യാഗാത്മക സ്നേഹമായ അഗാപ്പെ പ്രതിഫലം ആഗ്രഹിക്കാത്തതും സ്വയം ത്യാഗം ചെയ്യുന്നതുമായ ഏറ്റവും ഉയർന്ന സ്നേഹരൂപമാണ്. യാഗാത്മക സ്നേഹത്തിൻ്റെ പൂർണ്ണരൂപം കുരിശുമരണത്തിലൂടെ വെളിവാക്കപ്പെട്ട ദൈവസ്നേഹത്തെയും വിശുദ്ധ കുർബാനയിലെ ബലിസ്വഭാവത്തെയും സൂചിപ്പിക്കുന്നു. ഇത് സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതെ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹമായ നിരുപാധിക സ്നേഹമാണ്. അതായത് പ്രതിഫലേച്ഛയില്ലാത്ത സ്നേഹമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാകുന്ന ഉദാത്തമായ സ്നേഹമാണ് യാഗാത്മക സ്നേഹം. ക്രിസ്തുവാണ് യാഗാത്മക സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃക. ക്രിസ്തു കാണിച്ചു തന്ന യാഗാത്മക സ്നേഹം നാമും പിൻപറ്റി നമുക്കുള്ളവയും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയത. പഴയ നിയമത്തിൽ പുറപ്പാട് 29:18, ലേവ്യ 3:5 യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം ദൈവസന്നിധിയിലേക്ക് ഉയരുന്നതായി ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ അന്യദൈവാരാധനയും കൽപ്പന ലംഘനവും മൂലം പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്ന തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ അബ്രഹാമ്യ സന്തതിയെ ജാതികളുടെ ഇടയിൽ നിന്നും പുറപ്പെടുവിച്ച് അവർ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും ശേഖരിക്കുമ്പോൾ അവരെ സൗരഭ്യവാസനയായി പിതാവാം ദൈവം സ്വീകരിക്കുമെന്ന് യെഹെസ്കേൽ 20:41 വെളിപ്പെടുത്തുമ്പോൾ അത് ദൈവമായ കർത്താവ് ജാതികൾ കാണുക തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഇടയാക്കുന്നു. അനുതപിക്കുന്ന ഹൃദയമുള്ള ജനമാണ് കർത്താവിന് സൗരഭ്യവാസനയായിത്തീരുന്നത്. ദൈവത്തിന് സൗരഭ്യവാസനയാകുന്ന മനുഷ്യൻ സ്വയം ഉപേക്ഷിച്ചുകൊണ്ടും ദൈവപ്രീതിയിൽ നടക്കുമ്പോൾ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് പകരം ആത്മാവിൻ്റെ ഇംഗിതത്തിന് സമർപ്പിച്ചിട്ടുള്ള ജീവിതം ത്യാഗാത്മകവും സൗരഭ്യവാസനയുമാകയാൽ അത് ന്യായപ്രമാണത്തിൻ്റെ നീതി നമ്മിൽ നിവൃത്തിയാകുവാൻ ഇടയാക്കുമെന്ന് റോമർ 8:4 അറിയിക്കുന്നു. മണ്ണിൽ നിന്നും ശരീരം സ്വീകരിച്ച് ദൈവത്തിൻ്റെ രൂപം പ്രാപിച്ച ജനത്തിലൂടെ ദൈവം വിശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥ, അതാണ് ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നത്. പാപം ചെയ്യുന്നവൻ സ്വയം വിനയൊരുക്കുന്നു. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ലഭിക്കുന്ന അവകാശത്തെ സ്വയം നഷ്ടമാക്കി കളയുന്നു. നിത്യരാജ്യം തന്നെയാണ് നമ്മുടെ അവകാശം. ആ അവകാശം പ്രാപിക്കുവാൻ ക്രിസ്തു കാണിച്ചു തന്ന യാഗാത്മക സ്നേഹം സത്യക്രിസ്ത്യാനികളിൽ ഉണ്ടായിരിക്കണം. നാം യഥാർത്ഥമായി അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നോർക്കുക. സ്വയം വിചിന്തനത്തിന് ഈ വേദഭാഗം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.